നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട് എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ. ഈ വീഡിയോയുടെ ലോങ് വീഡിയോ ഞാൻ കോസ്മിക് ടാരോ മലയാളം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഓക്കെ, എന്താണ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ? ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നയാൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലേക്ക് ഒരു ആക്സസും അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാമായിരുന്നിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല. പൂർണ്ണമായും നിങ്ങൾ നഷ്ടപ്പെട്ടു, ആ റിലേഷൻഷിപ്പ് എൻ്റെ പൈ പോയി എന്ന് അയാൾ വിചാരിക്കുന്നു. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലൂടെ അയാൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് വാണ്ട്സ് ആണ്. ഇപ്പോൾ ഇയാൾ അയാളുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഇഷ്യൂസിലായിരിക്കാം നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിനകത്ത് അധിക സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല ഇയാൾക്കൊരു മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് വാണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് സോർഡ്സ് ആണ്. ഇനി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യണോ അതോ വിട്ട് കളയണോ എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് കാണുന്നത്. 2 ഓഫ് സോഡ് ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ദെൻ 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചവരായിരിക്കാം, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉൾപ്പെടെയുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം. ഇത് ഒരു ഫാമിലി, എസ്പെഷ്യലി ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതല്ല എങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളായിരിക്കാം. ആ റിലേഷൻഷിപ്പുകളിലേക്ക് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് ഇയാൾക്ക് തിരിച്ചു വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല എന്നാണ് ഈ 2 ഓഫ് സ്വോർഡും 10 ഓഫ് കപ്സും പറയുന്നത്. ദെൻ 10 ഓഫ് പെൻഡക്കിളാണ്. ഇത് അയാൾ ഫിനാൻഷ്യലി ബേർഡൻഡ് ആണ്. ഫാമിലിയിൽ അയാൾക്ക് അയാളുടേതായ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇയാൾ ആ ബേർഡനിലൊക്കെ ആണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അയാളുടെ ഫാമിലി പേഴ്സണൽ ഇഷ്യൂസ്. ദെൻ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്. അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത്. 5 ഓഫ് വാണ്ട്സ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉറപ്പായിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ ഇയാൾക്ക് ഇതുവരെയും സാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ദെൻ മൂൺ എനർജിയാണ്. ഇയാൾക്ക് പേടിയുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ ഇയാൾക്ക് പേടിയുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ ഒരു ഡിപ്രഷനിൽ കൂടെ പോകുന്ന പോലെയും എന്നാലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുപോലെയും കാണുന്നുണ്ട്. രാത്രികളിൽ അയാൾക്ക് ഉറക്കമില്ല. അപ്പോൾ രാത്രികളിൽ അയാൾ ഉറങ്ങാതെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്.